കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നാടകീയ രംഗങ്ങൾ. കേളക്കവലയിൽ ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ പിതാവ് 95 വയസ്സുള്ള ശ്രീധരൻ നായരെ ബാങ്കിലെത്തിച്ചാണ് പ്രതിഷേധം. ബാങ്കിലെ വായ്പാ തട്ടിപ്പിന് ഇരയായി രാജേന്ദ്രൻ നായർ ജീവനൊടുക്കിയെന്നാണ് ആരോപണം. ഇന്ന് വൈകിട്ടാണ് ബാങ്കിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. രാജേന്ദ്രൻ നായരുടെ പിതാവ് ശ്രീധരൻ നായരെ ആംബുലൻസിൽ ബാങ്കിന് മുന്നിലെത്തിച്ചു. തുടർന്ന് ബാങ്കിന്റെ താഴെ കിടത്തിയാണ് പ്രതിഷേധിച്ചത്. 95 വയസ്സുള്ള രോഗിയായ ആളാണ് ശ്രീധരൻ നായർ. ബാങ്കിന്റെ ഉള്ളിൽ കയറി ഞാനും അച്ഛനും എന്റെ പിള്ളേരും കൂടി ആത്മഹത്യ ചെയ്യും, അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. ശ്രീധരൻ നായരെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ ബാങ്ക് കൊന്നു. സ്വന്തം തന്നെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന രാജേന്ദ്രൻ നായരെയും ഈ ബാങ്ക് കൊന്നു. പണം മുഴുവൻ തട്ടിപ്പുകാർ കൊണ്ടുപോയി. ഒരു നീതിയും സർചാർജ് ഉത്തരവ് നടപ്പാക്കാനോ ഒരു തരത്തിലുള്ള നീതിയും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. രാജേന്ദ്രൻ നായർക്ക് അനുവദിച്ച വായ്പാ തുക പോയത് കേസിലെ പ്രതിയായ സജീവൻ കൊല്ലപ്പള്ളിയുടെ അക്കൗണ്ടിലേക്കെന്ന് വിജിലൻസും സഹകരണ വകുപ്പും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കുടുംബത്തിന്റെ ആധാരം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന് രേഖകൾ എടുത്തു നൽകുക പ്രായോഗികമല്ല എന്നായിരുന്നു ബാങ്ക് പ്രസിഡന്റ് TP ശശിധരൻ മാസ്റ്ററുടെ പ്രതികരണം. അവരുടെ ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം കച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്, വിജിലൻസ് കച്ചിട്ട് വെച്ചിരിക്കുന്ന രേഖകളാണ്. ആ രേഖകളൊന്നും തന്നെ നമുക്ക് ഒറ്റ അടിക്ക് എടുത്തു കൊടുക്കാൻ കഴിയില്ല. 2023 മെയ് 29 രാജേന്ദ്രൻ നായർ വീടിനടുത്തുള്ള പറമ്പിൽ വിഷം കഴിച്ച് മരിച്ചത്. കേസിലെ പ്രതികളായ KK എബ്രഹാം, സജീവൻ കൊല്ലപ്പള്ളി എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രധാന പ്രതികൾ. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.